LKG തൊട്ട് 10ാം ക്ലാസ് വരെ, പിന്നീട് +1 +2 CA ഒക്കെ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളൊരു അഡ്വൈസാണ് കഷ്ടപ്പെട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, എന്നിട്ട് നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സിൽ എൻറോൾ ചെയ്യുക. അപ്പോൾ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി കിട്ടും, പിന്നീട് അങ്ങോട്ട് ലൈഫ് സെറ്റ് ചെയ്യാറെന്നുള്ളത്. ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു അഡ്വൈസ് എവിടുന്നേലും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ശരിക്കും നമ്മളെ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരെ നിങ്ങൾ കണ്ടുകണ് ഈ ഒരു റൂട്ട് ഫോളോ ചെയ്താണ്ട് ജെനുവിൻലി വെൽത്തി ആയിട്ടുള്ളത്? ദ റിയൽ ട്രൂത്ത് ഈസ് വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ ഈ ഒരു റൂട്ടിൽ പോയി കണ്ട് ആക്ച്വലി വെൽത്തി ആവണുള്ളൂ. എങ്ങനത്തെ കരിയറുകൾ? ന്യൂറോ സർജൻസ്, പ്ലാസ്റ്റിക് സർജൻസ്, അതുപോലെ ഹൈ എൻഡ് കൺസൾട്ടൻസ് പോലുള്ള വേൾഡ് ലെവൽ സ്പെഷ്യലിസ്റ്റുകൾ. ഒരുപാട് കാലം പഠിക്കുകയും ഒരുപാട് കാലം ട്രെയിനിങ്ങും ചെയ്താൽ മാത്രം കിട്ടുന്ന രീതിയിലുള്ള കരിയറുകൾ. അതല്ലാതെ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും തിരഞ്ഞെടുക്കുന്ന പാത്ത് അല്ലെങ്കിൽ ജോലികൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കണില്ല. നമ്മൾ റിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ റിച്ചസ്റ്റ് പീപ്പിൾ ഓൺ എർത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ പകുതിയിലും കൂടുതൽ ആരാണ്? എൻ്റർപ്രണേഴ്സാണ്, കമ്പനീസൊക്കെ ബിൽഡ് ചെയ്തോലാണ്. പിന്നെ അടുത്ത മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അടുത്ത മെജോറിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. ഇതുപോലെയുള്ള എൻ്റർപ്രണേഴ്സിൻ്റെയൊക്കെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓല് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഏൺ ചെയ്യുന്ന ആൾക്കാർ. അടുത്തൊരു ചെറിയ പോർഷൻ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ അത്ലീറ്റ്സുകൾ, അതുപോലെ സിംഗേഴ്സ്, റാപ്പേഴ്സ്, മൂവി സ്റ്റാർസൊക്കെ പോലുള്ള നമ്മൾ സെലിബ്രിറ്റീസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ. എക്സ്ട്രീംലി റയറാണ് ഒരാൾ സാലറിയിലൂടെ ഒരു വെൽത്തി പേഴ്സൺ ആവുന്നത്. എനിക്കിതൊക്കെ മനസ്സിലായത് എങ്ങനെയാ വെച്ചാൽ, ഇങ്ങനെ ഒരുപാട് ബുക്സുകൾ, മില്യണയർ ഫാസ്റ്റ് ലൈനൊക്കെ പോലുള്ള ഒരുപാട് ബുക്സുകൾ വായിക്കുമ്പോഴും അതുപോലെ ഇത് ആക്ച്വലി അച്ചീവ് ചെയ്ത ആൾക്കാരുടെ വീഡിയോസുകളും പോഡ്കാസ്റ്റുകളൊക്കെ ലിസൺ ചെയ്യുമ്പോഴാണ്. നമ്മളെ ചുറ്റുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് എൻ്റെ ചുറ്റുള്ള ആൾക്കാർ, എൻ്റെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് സർക്കിളിലാണെന്നുണ്ടെങ്കിലും ഞാൻ സ്കൂളിലൂടെ പോയപ്പോഴുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ ദേ നെവർ വാക്ക്ഡ് ദിസ് പാത്ത് ടു ഗിവ് മീ അഡ്വൈസ് അബൌട്ട് ദാറ്റ് പാത്ത്. ഓൽക്കൊക്കെ കിട്ടിയിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് ഈ സ്കൂള്, ജോബ്, സേവ്, റിട്ടയർ പറഞ്ഞിട്ടുള്ള ആ റൂട്ടാണ്. ഈവൻ ദോ എല്ലാവർക്കും ഒന്നും വരുന്ന അഡ്വൈസ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ എന്താ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അറിയാം. ഫ്രീഡം വേണം, ഫ്രീഡം ഓഫ് മണി, ഫിനാൻഷ്യൽ ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം, ടൈം ഫ്രീഡം, അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം, അവിടെ പീസ് വേണം, ഹെൽത്ത് വേണം, ഫാമിലി, റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ ഓൽക്ക് അറിയാം. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഓല് ഫോളോ ചെയ്യുന്ന പാത്ത്, ഓൽക്ക് അറിഞ്ഞിട്ടും ഓല ആ പാത്തിലൂടെ ഫോളോ ചെയ്തിട്ട് ഓല അവിടെ എത്താത്തത്? ബിക്കോസ് ദേ ആർ ഫോളോവിങ് സ്ലോ ലെയിൻ. അപ്പോൾ MJ ഡിമാർക്കോൻ്റെ മില്യണയർ ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ ബുക്കിൽ മൂപ്പർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3 റൂട്ടുകളാണ് നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന 3 റൂട്ടുകളാണ്: സൈഡ് വാക്ക്, സ്ലോ ലൈന്, അതുപോലെ ഫാസ്റ്റ് ലൈൻ. അപ്പോൾ ഇത് 3 എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിന് മുമ്പ് ഞങ്ങൾക്ക് ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഏകദേശം കഴിഞ്ഞൊരു മാസമൊക്കെ ആയിട്ട് ഞാൻ സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് കാണുന്നുണ്ടായിരുന്നു. അത് മെയിനായിട്ട് എന്താ വെച്ചാൽ കോർപ്പറേറ്റ് ലോയേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡ്രാമ സീരീസാണ്. അപ്പോൾ അത് നിങ്ങൾ പല ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. റീലിലൊക്കെ ഹാർവി സ്പെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലോയറിൻ്റെ ഭയങ്കര ഓറ ഫാമിംഗ് ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉള്ള, ഭയങ്കര മാസ്സായിട്ടുള്ള ഡയലോഗൊക്കെ ഉള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കഥ നടക്കുന്ന എവിടെ വെച്ച് കഴിഞ്ഞാൽ പിയേഴ്സൺ ഹാർഡ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂയോർക്ക് സിറ്റിയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടോപ്പ് കോർപ്പറേറ്റ് ലോ ഫേമിലാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോർമലി നമുക്ക് അറിയുന്ന ലോ ഏതാണ്? അധികം നമ്മൾ കാണുക സിനിമയിലൊക്കെ കാണുന്നത് ക്രിമിനൽ ലോ ആയിക്കാരം, കുറ്റവാളികളെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ കോർപ്പറേറ്റ് ലോ പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക ബിഗ് ലീഗാണ്, കുറച്ചും കൂടി പൈസ മറിയുന്ന സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ അഡിഡാസ്, നൈക്കി, ഗൂഗിള്, ഫേസ്ബുക്ക് ഒക്കെ പോലുള്ള വലിയ വലിയ കമ്പനികൾ തമ്മിലുള്ള മെർജർ, അക്വിസിഷൻ, ഡിസൊല്യൂഷൻ, ഓലിടയിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ക്രൈംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ലോയേഴ്സാണ് ആര്? കോർപ്പറേറ്റ് ലോയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിയേഴ്സൺ ഹാർഡ്മാനിൽ ഓലാകെ ഹാർവേഡ് ലോ ഗ്രാജുവേറ്റ് ആയ സ്റ്റുഡൻസിനെ മാത്രമേ അവിടെ എടുക്കുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസിനെ മാത്രമേ അസോസിയേറ്റ്സ് ചെയ്യാണ്ട് അവിടെ എടുക്കുകയുള്ളൂ, റിക്രൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ ലോ സ്റ്റുഡൻസിൻ്റെയും ഡ്രീമാണ് ഈ പിയേഴ്സൺ ഹാർഡ്മാനിൽ കയറി പറ്റുക എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഹൈ പേയ്മെൻറ്റ്, അതുപോലെ സ്റ്റാറ്റസ്, പ്രസ്റ്റീജ്, പവർ, ഫാൻസി ഓഫീസുകൾ, നമുക്ക് ആൾക്കാരുടെ ഇടയിലൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആയിക്കാരം, വിലയായിക്കാരം പിയേഴ്സൺ ഹാർഡ്മാനിലാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുറത്തുനിന്ന് നോക്കുന്ന എല്ലാവർക്കും ഇത് വലിയൊരു രീതിയിലുള്ള സക്സസ് ആണ്. പക്ഷേ ഞാനത് കണ്ടപ്പോൾ എനിക്കത് ആക്ച്വലി ഓപ്പോസിറ്റ് ആയിട്ടാണ് തോന്നിയത്. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 12 തൊട്ട് 16 മണിക്കൂർ വരെയുള്ള വർക്ക് ഡേയ്സ്, അധിക വീക്കെൻഡുകളിൽ ഓൽക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ പല കേസുകൾക്കും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ നൈറ്റേഴ്സ് ഇരിക്കേണ്ടി വരും. അതായത് രാത്രി ഉറങ്ങാതെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. രാവിലെ എണീറ്റത് മുതൽ ഉറങ്ങാൻ പോകുന്നത് വരെ സ്ട്രെസ്സാണ്. എല്ലാ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങളും കേസുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കോൺസ്റ്റൻറ്റ് പ്രഷർ, സ്ട്രെസ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഓരോ ഫാമിലിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ടൈമില്ല. അതുപോലെ അവർക്ക് എല്ലാത്തിനെക്കാട്ടും വലുത് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ബിസിനസ്സും കേസുകളാണ്. അവർക്ക് ഹെൽത്ത് അല്ലെങ്കിൽ സ്ലീപ്പ് ഇതിനൊന്നും ഫോക്കസ് ചെയ്യാനൊന്നും ടൈമില്ല. സാഹിൽ ബ്ലൂം എഴുതിയിട്ടുള്ള 5 ടൈപ്സ് ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്. അപ്പോൾ അതിൽ മൂപ്പർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെ വെൽത്ത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ വെൽത്ത് മാത്രമല്ല, വേറെയും 4 സാധനങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട്. ടോട്ടൽ നമുക്ക് 5 വെൽത്തുകളുണ്ട്: ഫിനാൻഷ്യൽ വെൽത്ത്, ഫിസിക്കൽ വെൽത്ത്, സോഷ്യൽ വെൽത്ത്, ടൈം വെൽത്ത്, അതുപോലെ മെൻ്റൽ അല്ലെങ്കിൽ സ്പിരിച്വൽ വെൽത്ത്. ഇപ്പോൾ ഫിനാൻഷ്യൽ വെൽത്ത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഈ പിയേഴ്സൺ ഹാർഡ്മാൻ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, പൈസ. അത് കഴിഞ്ഞിട്ടുള്ള ഫിസിക്കൽ ഹെൽത്ത്,
അതിന് നമ്മൾ ടൈം കണ്ടെത്തണം. അതുപോലെ സോഷ്യൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് ഫാമിലി ഓലെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ടൈം വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എന്താ പറയുക, നമ്മളെ ടൈം ട്രേഡ് ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നതിൻ്റെ പകരം നമ്മളെ ടൈം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം. അതുപോലെ തന്നെ മെൻ്റൽ അല്ലെങ്കിൽ സ്പിരിച്വൽ വെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും കോൺസ്റ്റൻറ്റ് സ്ട്രെസ്സിലൂടെ പോവാതെ നമുക്ക് അത്യാവശ്യം ഒരു ഹെഡ് സ്പേസ് തരുന്ന രീതിയിൽ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിതം. അപ്പോൾ അധികം ആൾക്കാരും ഈ സേഫ് ജോബ് എന്ന് പറഞ്ഞാണ്ട്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നമുക്കൊരു സ്റ്റേബിൾ ജോബ് കിട്ടുന്ന ആൾക്കാർ അഡ്വൈസ് തരുമല്ലോ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഓലൊക്കെ അഡ്വൈസ് തരുന്ന സേഫ് ജോബിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പിയേഴ്സൺ ആർട്ട്മെല്ലിൽ നടക്കുന്നത്. അപ്പോൾ ഇന്നെ സംബന്ധിച്ച് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റർപ്രണർഷിപ്പിനെക്കാട്ടും റിസ്ക്കിയാണ് ഇവർ പറയുന്ന ഈ സേഫ് ജോബ്. ഇപ്പോൾ ഒരാൾക്ക് മന്ത്ലി ഒരു 3 to 4 lakh സാലറി ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. പക്ഷേ അയാളെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 12 to 16 മണിക്കൂർ വരെയുള്ള വർക്കുള്ള ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണെന്നുണ്ടെങ്കിൽ ആ ലൈഫിനേക്കാൾ ഞാൻ ചൂസ് ചെയ്യുക നമുക്കൊരു 1 lakh ഉള്ളൂ സാലറി എങ്കിൽ പോലും നമുക്കൊരു 4-5 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. അതും എയിമേ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്, പിന്നെ നമുക്ക് ഫിറ്റ്നസ്സിലും സ്ലീപ്പിലും അതുപോലെ നമ്മളെ ഫാമിലിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ ടൈമുള്ള ഒരു ലൈഫാണ് ഞാൻ ചൂസ് ചെയ്യുക. ഇത് ശരിക്കും ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമൊന്നുമല്ല. നമ്മൾ മനുഷ്യന്മാർ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99% അങ്ങനെ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. നമുക്ക് ഈ അഗ്രികൾച്ചർ റവല്യൂഷനൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും അമ്മക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. നമ്മളെല്ലാവരും അമ്മക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ട്രൈബ്, നമ്മളെ ഫാമിലി, ഈ സംഭവങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹണ്ട് ചെയ്താണ്ടും ഗ്യാദർ ചെയ്താണ്ടും കൊണ്ടുവരും. എന്നിട്ട് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് പോകും. ശരിയാണ്, അവിടെ വേറെ കുറേ നെഗറ്റീവ് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതായിരുന്നു അവിടുത്തെ മെയിൻ ഒരു രീതി, വർക്ക് ചെയ്യുന്ന രീതി വരുന്നത്. നമ്മൾ ഹ്യൂമൻസ് നമുക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യാം. എന്നാൽ പിന്നീട് ഈ അഗ്രികൾച്ചർ റവല്യൂഷനൊക്കെ വന്നതിന് ശേഷം ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് എങ്ങനെയായത് ഒരാളുടെ കീഴിൽ വേറെ ആളെ പണിക്ക് വെച്ചാണ്ട് അങ്ങനത്തെ ഹൈറാർക്കിയൽ ലെവൽ സിസ്റ്റമൊക്കെ വന്നത്. താങ്ക്സ് ടു ടെക്നോളജി നമ്മളിപ്പോൾ എന്താണ് 1% ബിസിനസ്സുകൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവനാന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴയ രീതിയിലുള്ള ഹണ്ടർ ഗ്യാദർ ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. എന്താണ് സൈഡ് വാക്ക്, എന്താണ് സ്ലോ ലൈന്, അതുപോലെ എന്താണ് ഫാസ്റ്റ് ലൈൻ എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സൈഡ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫൈനാൻഷ്യൽ ഗോളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഒരു റെസ്പോൺസിബിലിറ്റിയും ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കാത്ത ആൾക്കാർ. പൈസ വരുന്നു, അതേപോലെ തന്നെ പോകുന്നു. എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കിയാണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പൈസ കടം കൂടി എടുത്താണ്ട് ഓൾക്ക് തോന്നുന്ന രീതിയിൽ ചിലവാക്കുന്ന ആൾക്കാരാണ് സൈഡ് വാക്ക് എന്ന് പറയുന്നത്. വണ്ടി വാങ്ങാനോ ഡ്രസ്സ് വാങ്ങാനോ ലക്ഷറി സാധനങ്ങൾ വാങ്ങാനോ ഫോൺ വാങ്ങാനോ എങ്ങനെ ആയിക്കോട്ടെ, ഓൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനും ഇല്ല. അപ്പോൾ ഓല നമുക്കൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം. ഓല വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് സ്ലോ ലൈനെ കുറിച്ചും അതുപോലെ ഫാസ്റ്റ് ലൈനെ കുറിച്ചും പറയാം. സ്ലോ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് വാക്കിനെ പോലെയല്ല. ഇവർക്ക് ശരിക്കും എന്തുണ്ട്, എവിടെയെങ്കിലും എത്തണം, അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട്, റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾക്കാരാണ്, അക്കൗണ്ടബിലിറ്റി എടുക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചൂസ് ചെയ്ത വഴി, പാത്ത്, അത് കുറച്ച് സ്ലോ ആണ്. ഒരു വിചാരിച്ച സ്ഥലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇത് നല്ല കുണ്ടും കൂടിയൊക്കെ ഉള്ള, അതുപോലെ തന്നെ വളഞ്ഞു കുളഞ്ഞു പോകുന്ന ഒരു പാത്താണ്. എന്നാൽ അതേസമയം ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്, റബ്ബറൈസ്ഡ് റോഡാണ്. ഇവരെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ആയിട്ടുള്ള പോഷോ അല്ലെങ്കിൽ ബെൻസോ അല്ലെങ്കിൽ ഫെറാറിയോ അല്ലെങ്കിൽ ലംബോർഗിനിയോ പോലുള്ള ഹൈ എൻഡ് വണ്ടിയാണ്. ഇവിടെ സ്ലോ ലൈനിലാണെന്നുണ്ടെങ്കിൽ ഇവരെ വണ്ടി ഒരു മീഡിയം ലെവലിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ സ്ലോ ലൈനിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ULL ആണ്. ULL പറഞ്ഞാൽ അൺകൺട്രോളബിൾ ലിമിറ്റഡ് ലെവറേജ്. ഞാൻ പറഞ്ഞുതരാം. ഈ അൺകൺട്രോളബിളോട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയും, നമ്മളെ പേയ്മെൻറ്റ്, നമ്മളെ വർക്കിംഗ് ഹവേഴ്സ്, നമ്മളെ എങ്ങനെ പണിയെടുക്കണം എന്നുള്ളത്, അതേപോലെ തന്നെ നമ്മളെ റിട്ടയർമെൻറ്റ് ഏജ്, അതുപോലെ നമ്മളെ പ്രൊമോഷൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എന്തല്ല നമ്മളെ കൺട്രോളിലല്ല. ഈ ഒരു സിസ്റ്റം, ഈ ഒരു വർക്കിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ കൺട്രോളിലല്ല ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ലിമിറ്റഡ് ലെവറേജ്. ഈ ലിമിറ്റഡ് ലെവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ലെവറേജ് എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മളെ ഇൻകും നമ്മളെ വർക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോഷനാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. നമ്മളവിടെ വർക്ക് ചെയ്താൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ, ഇൻകം ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ 8 മണിക്കൂർ പണിയെടുത്തോ, ഇന്ന് 8 മണിക്കൂറിനുള്ള പൈസ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാലറി ബേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മാസം വർക്ക് ചെയ്തോ, ഇന്ന് 1 മാസത്തിനുള്ള സാലറി കറക്റ്റ് കിട്ടും. നമ്മൾ 28 ദിവസം വർക്ക് ചെയ്ത് അതിൽ ക്യാഷ്വൽ ലീവ് ഒന്നുമില്ല, ക്യാഷ്വൽ ലീവ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആകെ 28 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ 28 ദിവസത്തിനുള്ള സാലറി നമുക്ക് കിട്ടുള്ളൂ. അതായത് നമുക്ക് അവിടെ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യണം. അങ്ങനെ അവിടെ ഒരു സീലിംഗ് ഉണ്ട്, അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അവിടെ എക്സൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് തോന്നുന്ന രീതിയിൽ കൂടുതൽ രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഏൺ ചെയ്യാനോ പറ്റില്ല. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ എംപ്ലോയറോട് നേരെ പോയിക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ബോസിനോട് നേരെ പോയിക്കാണ്ട് അടുത്ത മാസം എനിക്ക് 50% കൂടുതൽ സാലറി കൂട്ടി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരേ സമയം എനിക്ക് 10,000 അല്ലെങ്കിൽ 1,00,000 ആൾക്കാരെ സെർവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലയൻറ്റുകളെ സെർവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറ്റും. അതാണ് സ്ലോ ലൈൻ്റെ പ്രത്യേകത. കൂടുതൽ ആൾക്കാരും ഈ ഫോർമൽ എഡ്യൂക്കേഷൻ പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ എത്തുന്നത് ഈ ഒരു പാത്തിലേക്ക്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഗ്രേറ്റും ആവില്ല, എന്നാൽ പറ്റ ലോക്കലും ആവില്ല.
അതിൻ്റെ അടിയിലേക്ക് കയറാം. ഇതിനെ നമ്മൾ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മീഡിയോക്രിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഏതൊരു കോർപ്പറേറ്റിൽ നോക്കിക്കഴിഞ്ഞാലും 40-50 വർഷം സെയിം ലൈഫ് ഒരു ക്യൂബിക്കളുടെ ഉള്ളിൽ ജോയിൻ ചെയ്ത് മുതൽ റിട്ടയർ ആവണ വരെ ഒരേ ലൈഫ് ജീവിക്കുന്ന കോർപ്പറേറ്റ് എംപ്ലോയീസ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത്, ഇതൊരു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഈ ഒരു പാത്ത് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക ഏകദേശം 40-50-60 വർഷം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 30-40-50 വർഷം എടുത്തുകൊണ്ട് കയറും. നമ്മളിങ്ങനെ ഓരോ മാസം സാലറി കിട്ടി അതിൽ ചെറിയ പോർഷൻ സേവ് ചെയ്ത് ചെറിയ സ്റ്റോക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു റിട്ടയർ ആവുന്ന ഏജ് ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ യൂത്ത്നെസ്, ഈ സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഏതൊരു ഏജിലേക്ക് കയറും? ഒരു 20 തൊട്ടൊരു 40-ൻ്റെ ഉള്ളിൽ. അതിൻ്റെയൊക്കെ ശേഷം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് എത്ര നല്ല ഓപ്ഷൻ ആണെന്നൊന്ന് ചിന്തിച്ച് നോക്കി. എന്നാൽ അതേസമയം ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 40-50-60 വർഷത്തിൻ്റെ പകരം 7-8-9-10 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു 5-10 വർഷത്തിനുള്ളിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പാത്താണ്. അതിനർത്ഥം ഇതൊരിക്കലും ഈസിയാണ് അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഓവർനൈറ്റ് സക്സസ് ഉണ്ടാവുന്നല്ല. കമ്പയർഡ് ടു 40-50-60 വർഷം പണിയെടുക്കുന്നതിൻ്റെ പകരം ഇവിടെ നമ്മളൊരു 5-10 വർഷം കൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ലൈൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നമ്മളെ ടൈമും ഇവിടെ നമ്മളെ വർക്കും അല്ലെങ്കിൽ ഇൻകം ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല. ഇവിടുത്തെ പോയിന്റ് പറഞ്ഞാൽ സ്ലോ ലൈനിലാണെന്നുണ്ടെങ്കിൽ അൺകൺട്രോളബിൾ ലിമിറ്റഡ് ലെവറേജ് ആയിരുന്നു, ULL ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ലൈൻ്റെ ഒരു മെയിൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷനായി പറയാൻ പറ്റുന്നത് CUL ആണ്, കൺട്രോളബിൾ അൺലിമിറ്റഡ് ലെവറേജ്. കൺട്രോളബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മളെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മളെ കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ബുക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇതിൻ്റെ കൺട്രോൾ ഫുൾ നമ്മളെ കയ്യിലാണ്. എത്ര പ്രൈസ് ചാർജ് ചെയ്യണം, എത്ര മാർക്കറ്റിംഗ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി വിൽക്കണം, എങ്ങനെ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് ഏത് ലുക്കിൽ വേണം, അല്ലെങ്കിൽ നമ്മളെ ആപ്പ് ഏത് രീതിയിൽ വേണം, ഇതൊക്കെ നമ്മളെ കൺട്രോളാണ്, നമ്മളാണ് തീരുമാനിക്കുന്നത്, നമ്മളാണ് ഡ്രൈവർ സീറ്റിൽ. എന്നാൽ സ്ലോ ലൈനിൽ പറഞ്ഞാൽ നമ്മൾ പാസഞ്ചർ സീറ്റിലാണ്. അതായത് നമുക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ത്, ബാക്കിയുള്ള നമ്മളെ എംപ്ലോയറോ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഫാസ്റ്റ് ലൈനിൽ കൺട്രോളബിൾ എന്ന് പറയുന്നത്. ഇനി അൺലിമിറ്റഡ് ലെവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് എന്തില്ല, ഒരു ക്യാപ്പില്ല. മറ്റൊടുത്ത പോലെ സ്ലോ ലൈനിലെ പോലെ ഒരു ലിമിറ്റൊന്നുമില്ല, ഒരു മാസത്തെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ വാല്യൂ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. നമ്മളെ വെബ്സൈറ്റിൽ നമ്മൾ ഒരു പെയ്ഡ് ആഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ആൾക്കാർ വരും, കൂടുതൽ ആൾക്കാർ അതിന് പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ അതിൽ എൻറോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ആപ്പ് കൂടുതൽ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഒരു ക്യാപ്പില്ല, ഇവിടെ ഒരേ സമയം ഒരാളെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരേ സമയം 1 മില്യൺ ആൾക്കാർക്ക് കണ്ടുകൂടെ? നമ്മൾ ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയം 1 മില്യൺ ആൾക്കാർക്ക്, അത് ബെസ്റ്റ് സെല്ലറൊക്കെ ആയി കഴിഞ്ഞാൽ 1 മില്യൺ ആൾക്കാർക്ക് അത് സെല് ചെയ്തൂടെ? അപ്പോൾ ഇവിടെ എന്തില്ല, ഇൻപുട്ടും നമ്മൾ ഔട്ട്പുട്ടും ഡയറക്റ്റ് പ്രപ്പോർഷൻ അല്ല. ഇപ്പോൾ ഇതിന് ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. ഇപ്പോൾ ഒരു ചങ്ങായി ഓൻ്റെ ഗ്യാരേജിൽ ഇരുന്നാണ്ട് ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു, എന്നിട്ട് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മാനായി മാറി. ഒരു വുമണ് ഒരു മോപ്പിൻ്റെ ഡിസൈൻ കണ്ടുപിടിച്ചു, ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള, അതിൻ്റെ പാറ്റൻറ്റ് 5 ബില്യൺ ഒരു കമ്പനിക്ക് സെല് ചെയ്തു. ഒരു ചങ്ങായി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, ഓനക്ക് ഇഷ്ടപ്പെട്ട ബാസ്കറ്റ്ബോൾ ഗെയിംസ് കാണാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു കമ്പനിക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സിനെ സെല് ചെയ്തു. ഇങ്ങനെയൊക്കെ കേൾക്കുന്ന നമുക്ക് ഓവർനൈറ്റ് സക്സസ് ആണെന്ന് തോന്നിപ്പോകുന്ന പല രീതിയിൽ പെട്ടെന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഫാസ്റ്റ് ലൈൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഒരു ഫാസ്റ്റ് ലൈൻ റൂട്ട് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എടുക്കുന്ന റൂട്ട്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ഫാസ്റ്റ് ലൈൻ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 സംഭവങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു 5 കണ്ടീഷൻസ് അല്ലെങ്കിൽ 5 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ MJD മാർക്ക് പറയുന്ന ഈ 5 സംഭവങ്ങൾ ഇപ്പോൾ ചുരുക്കി പറയുന്നത് സെൻസ് എന്നാണ്, CENTS. അതിൽ C എന്ന് പറഞ്ഞാൽ കൺട്രോൾ, E എന്ന് പറഞ്ഞാൽ എൻട്രി, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, അതുപോലെ ലാസ്റ്റത്തെ S എന്ന് പറയുന്നത് സ്കെയിൽ. അപ്പോൾ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫാസ്റ്റ് ലൈനിൽ പറഞ്ഞു എന്ത്, നമ്മളെ ബിസിനസ്സിൻ്റെ പാസഞ്ചർ സീറ്റിലാവരുത്, നമ്മൾ ഡ്രൈവർ സീറ്റിലായിരിക്കണം. നമ്മളെ ബിസിനസ് എങ്ങനെ പോകണം, അതിൻ്റെ ഡിസൈൻ എങ്ങനെ വേണം, എത്ര ആൾക്ക് വിൽക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ആരെ കൺട്രോളിലാണ്? നമ്മളെ കൺട്രോളിലാണ്. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ സീറ്റിൽ നമ്മൾ വേണം. ഒന്നാമത്തത് കൺട്രോൾ നമ്മളെ കയ്യിലായിരിക്കണം. രണ്ടാമത്തത് എൻട്രി. എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എത്രത്തോളം ഈസി ആണോ അതിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അത്രത്തോളം കോമ്പറ്റീഷൻ അതിലുണ്ടാവും. അപ്പോൾ എൻട്രി അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണ് ചൂസ് ചെയ്യാൻ. ഈസി എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരൊപ്പം കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്താൽ അത് തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ടാവും. മൂന്നാമത്താണ് നീഡ്. കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എത്ര ഇഷ്ടപ്പെട്ടാണ്ട് ഒരു സാധനം ഉണ്ടാക്കിയാലും, ഒരു ബിസിനസ് ഉണ്ടാക്കിയാലും, അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്താലും അത് വേറെ ആൾക്കാർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല, അത് വാങ്ങാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും രീതിയിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഓലെ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഓലെ ലുക്ക് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഓലെ മെൻ്റൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഓലെ വിശപ്പ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഓൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഓല് എന്ത് ചെയ്യുള്ളൂ, ഒരു സാധനം പർച്ചേസ് ചെയ്യുള്ളൂ. ഇനി നാലാമത്താണ് ടൈം. ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ
ടൈമും നമ്മളെ ഔട്ട്പുട്ടും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആവരുത്. ഇപ്പോൾ നമ്മൾ 8 മണിക്കൂർ പണിയെടുത്താൽ 8 മണിക്കൂറിനുള്ള ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലാവരുത്. ഇത് രണ്ടും ഡിസ്പ്രപ്പോർഷനേറ്റ് ആവണം. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവറേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ടൂൾസുകളാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കോഡ്, മീഡിയ, അതുപോലെ ലേബർ, ക്യാപിറ്റലൊക്കെ. അപ്പോൾ ഡിസ്പ്രപ്പോർഷണൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പണിയെടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവണം, അവിടെ ഇൻകം ഉണ്ടായിക്കൊണ്ടിരിക്കണം. പിന്നെ ലാസ്റ്റതാണ് സ്കെയിൽ. സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നില്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ റീച്ച്. നമ്മളെ ബിസിനസ് നമുക്ക് മുകൾക്ക് കൊണ്ടുപോകാൻ പറ്റണം. അവിടെ ഒരു എന്തുണ്ടാവരുത്, സ്ലോ ലൈൻ്റെ പോലെ ഒരു ക്യാപ്പ് ഉണ്ടാവരുത്, ഒരു ലിമിറ്റ് ഉണ്ടാവരുത്. ഇപ്പോൾ നമുക്ക് സാലറി ഏൺ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഒറ്റയടിക്ക് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ, മറ്റേ നമുക്ക് കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് സംഭവം. അതിന് നമുക്ക് ഒന്നില്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ റീച്ച് ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ വാല്യൂ ഉള്ള സാധനം, അത് കുറച്ച് ആൾക്കാർക്ക് സെർവ് ചെയ്താൽ തന്നെ അത്യാവശ്യം പൈസ ഉണ്ടാക്കാം. റീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ വാല്യൂ ഉള്ള സാധനമാണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ, എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്, റീച്ചിൻ്റെ എക്സാമ്പിളാണ്. ₹1 പ്രോഫിറ്റ് ഉള്ള പെന്ന് നമ്മളൊരു 1 മില്യൺ ആൾക്കാർക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ 1 മില്യൺ പ്രോഫിറ്റാണ്. അതേപോലെ തന്നെ ഒരു 50,000 പ്രോഫിറ്റ് ഉള്ള ഒരു മെഷീനറി നമ്മൾ 20 ആൾക്കാർക്ക് സെല് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ 1 മില്യൺ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ ഹൈ വാല്യൂ ആണ്, പക്ഷേ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കണുള്ളൂ. ഒന്നാമത്തെ കേസിൽ വാല്യൂ കുറവാണ്, കുറേ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മില്യണേഴ്സ് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ബില്യണേഴ്സിനും ട്രില്യണേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓല് ഇത് രണ്ടും കൂടിയും കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും ഓല ബിസിനസ് വർക്ക് ചെയ്യേണ്ടവ. അതായത് ഓല് ഹൈ വാല്യൂ സാധനം ഒരുപാട് ആൾക്കാർക്ക് എത്തിക്കും. സിമ്പിൾ എക്സാമ്പിളാണ് ആപ്പിൾ. ഞാനൊരു +1 10 പഠിക്കുന്ന ടൈമിൽ എൻ്റെ ക്ലാസ്സിലുള്ളവരും അതുപോലെ കുറച്ച് സീനിയർമാരൊക്കെ ആയിട്ടുള്ളവരൊക്കെ ചെറുക്കന്മാരൊക്കെ കടന്ന് മുക്കിയിരുന്നു എന്ത് ഐഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട്. പണിയെടുത്ത് ഇല്ലാത്ത പൈസ എടുത്ത് പട്ടിണി കിടന്നാണ്ട് ആ പൈസ എടുത്താണ് എന്ത് ചെയ്യും 11 പ്രോയും അങ്ങനത്തെ ഹൈ എൻഡ് ഐഫോണുകളൊക്കെ വാങ്ങും ക്ലാസ്സിൽ കൊടുന്നാണ്ട് പൊളിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ അത് ഹൈ വാല്യൂ സംഭവങ്ങളാണ്. 1.5 ലക്ഷം രൂപ റേറ്റുള്ള സാധനങ്ങൾ ഡെയിലി സെയിൽസ്, മില്യൺസ് ഓഫ് സെയിൽസാണ് നടക്കുന്നത്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കി. ഹൈ വാല്യൂ ഉള്ള 1.5 ലക്ഷത്തിൻ്റെയൊക്കെ സാധനം ഒരുപാട് ആൾക്കാർക്ക്, മില്യൺസ് ഓഫ് ആൾക്കാർക്ക് ഒരേ സമയം സെല്ല് ചെയ്യുമ്പോൾ എത്രത്തോളം റവന്യൂ കാര്യം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഞങ്ങൾക്ക് ഫാസ്റ്റ് ലൈൻ ബിസിനസ്സിൻ്റെ ഒരു എക്സാമ്പിൾ ശരിക്കും ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാണണമെന്നുണ്ടെങ്കിൽ 2013 ഇറങ്ങിയ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാതി. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും, ഫാസ്റ്റ് ലൈൻ ആവണമെന്നുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങേണ്ടി വരും, സ്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകണമെന്നുള്ളത്. അത് തെറ്റാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. സ്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ ജോലി മാത്രം, ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് മാത്രമല്ല. ബിസിനസ് ആണെന്നുണ്ടെങ്കിലും സ്ലോ ലൈനും ആവാം, ഫാസ്റ്റ് ലൈനും ആവാം. ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിലും അത് സ്ലോ ലൈനും ആവാം, ഫാസ്റ്റ് ലൈനും ആവാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഡോക്ടർ അയാൾ ചെയ്യുന്ന സംഭവം ഇപ്പോൾ എന്താണ്, സ്ലോ ലൈനാണ്. അതായത് ക്ലയൻറ്റുകളെ നോർമൽ രീതിയിൽ ഓഫ്ലൈൻ ആയിക്കാണ്ട് ഒരു ക്ലിനിക്ക് കിട്ടാണ്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ട്, ഇൻകത്തിനൊരു ക്യാപ്പ് ഉണ്ട്. അതായത് എത്ര ക്ലയൻറ്റുകളെ നമുക്ക് ഒരേ സമയം ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇതേ ഡോക്ടർ ഒരു പുതിയൊരു മെഡിക്കൽ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യാൻ വിചാരിച്ചോ, അതിനുള്ള മെഷീനറിയും അതിനുള്ള മെഡിസിനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂപ്പരനെ സ്വന്തം പഠിച്ചുകൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വിചാരിച്ചോ. അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൂപ്പർ അതിൻ്റെ പാറ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ, ആ സംഭവം കത്തിക്കഴിഞ്ഞാൽ വൈറലായി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ മൂപ്പർക്ക് പേയ്മെൻറ്റ് കൊടുക്കുക കയറും. അപ്പോൾ മൂപ്പർ എന്തായി, ഫാസ്റ്റ് ലൈനിക്ക് മാറി. അവിടെ മൂപ്പർ ഒരിക്കലും എന്തല്ല പിന്നീട് ടൈം ട്രേഡ് ചെയ്താണ്ടല്ല പണിയെടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എത്ര ബിസിനസ്സുകൾ കാണുന്നുണ്ടാവും. നമ്മൾ റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ സൈഡിൽ ബാഗുകളും കുടകളും ചെരുപ്പും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ ഹോട്ടലുകൾ, ഇതൊക്കെ ബിസിനസ്സാണ് എന്ന് കരുതി ഇത് ഫാസ്റ്റ് ലൈൻ ആവില്ല. ഇതിനൊക്കെ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഒക്കെ റവന്യൂവിന് ഒരു ക്യാപ്പ് ഉണ്ടാവും. അതിന് മുകൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ ബിസിനസ് ആണെന്ന് കരുതി ഫാസ്റ്റ് ലൈൻ ആവുന്നോ അല്ലെങ്കിൽ ജോബ് ആണെന്ന് കരുതി സ്ലോ ലൈൻ ആവുന്നില്ല. രണ്ടും നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിങ്ങനെ സാധനം വാങ്ങാൻ പോകുമ്പോഴൊക്കെ അങ്ങാടിക്കൊക്കെ പോകുമ്പോൾ കാണുന്നതാണ് പോസ്റ്ററിലൊക്കെ ഹനാൻ ഷാൻ്റെ ഒക്കെ ആഡ്, അബൈറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ ആഡ്, അതുപോലെ ആസിഫ് അലിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഓരോ കോഴ്സുകളൊക്കെ. ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരിക്കലും ചീത്ത സംഭവമാണെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ ഓല ഇഷ്ടമാണ്, ഓൾക്ക് കംപ്ലീറ്റ്ലി അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ അത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓര് ചെയ്യുന്നത് ഫാസ്റ്റ് ലൈൻ ബിസിനസ്സാണ്. ഓരുറങ്ങുമ്പോൾ പോലും ഓൾക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന രീതിയിലുള്ള സിസ്റ്റം ഓല് ക്രിയേറ്റ് ചെയ്തതാണ്. അത് യൂട്യൂബ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും അത് സിനിമകളാണെന്നുണ്ടെങ്കിലും പാട്ടുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഓലവിടെ വേണമെന്നില്ല. ഓല ടൈം ട്രേഡ് ചെയ്താണ്ടല്ല ഓല് പൈസ ഉണ്ടാക്കുന്നത്. ഓല സൈഡിൽ കൂടെ അവിടെ റവന്യൂ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഓല് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങൾ, ഓല് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ സ്ലോ ലൈൻ ജോലികൾക്കുള്ളതാണ്. ഓല് ചെയ്യുന്നത് വേറെയും ഓല് പ്രൊമോട്ട് ചെയ്യുന്നത് വേറെയും. ഓല് അത് ചെയ്യണത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓല അധികാരമാണ്. പക്ഷേ ആ ആഡുകൾ കാണുമ്പോൾ നമ്മൾ ആ പാത്ത് ചൂസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫോർമൽ എഡ്യൂക്കേഷൻ മേക്സ് യു എ ലിവിങ്, സെൽഫ് എഡ്യൂക്കേഷൻ മേക്സ് യു എ ഫോർച്യൂൺ. ജിം റോൺ.
ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ പറഞ്ഞ പാത്ത് എന്ന് പറയുന്നത് മെയിനായിട്ട് എൻ്റർപ്രണർഷിപ്പും അതുപോലെ ജോലിനെ കുറിച്ചാണ്. അതേസമയം വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരിൽ അടുത്തൊരു ചെറിയ കാറ്റഗറി ഉണ്ടല്ലോ, ആർട്ടിസ്റ്റുകൾ, അതായത് സിംഗേഴ്സ്, റാപ്പേഴ്സ്, മൂവി സ്റ്റാർസ്, അതുപോലെ തന്നെ അത്ലീറ്റുകളൊക്കെ. അപ്പോൾ ആ റൂട്ട് ചൂസ് ചെയ്തുകൂടെ വെൽത്ത് ഉണ്ടാക്കാൻ എന്നുള്ളത്? ആ റൂട്ട് ചൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശരിക്കും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഓടാൻ പോലുണ്ട്. അങ്ങനെ ഓടാൻ പോകുമ്പോൾ അതിൽ പല ആൾക്കാരും മാരത്തോണൊക്കെ പോകുമ്പോൾ പല ആൾക്കാരും എനിക്കറിയാം നല്ല അടിപൊളിയായിട്ട് കോളേജ് ലെവലിലൊക്കെ പെർഫോം ചെയ്യുന്നത്. സ്പോർട്സ് കോട്ട വഴിയൊക്കെ കയറി ട്രെയിൻ ചെയ്ത് 5-6 വർഷമൊക്കെ ട്രെയിൻ ചെയ്ത് എല്ലാ മാരത്തോണിലും പ്രൈസ് അടിക്കുന്ന ചെറുക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ ഒരു 20-ആം വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ഒരു 18-ആം വയസ്സ് തൊട്ട് ഒരു 24-23 വരെ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിക്കാരം, ടോപ്പ് ലെവലിൽ ഭയങ്കര ഫോമിലേക്കാരം നിൽക്കുന്നുണ്ടാവുക. പക്ഷേ പിന്നീട് അതിലുള്ള അധികം ആൾക്കാരും ഒരു 25-26 വയസ്സൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് അവർക്ക് ജോലിയൊന്നും അതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല, ഫാമിലിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഉണ്ടാവും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ മാരേജിനുള്ള ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഓൾക്ക് ആ ഒരു പാത്ത്, ഈവൻ ദോ ഓൾക്ക് അതിൽ നല്ല പാഷൻ ഉണ്ട്, നല്ല ടാലൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഓർക്ക് ആ ഒരു പാത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ അധികം സെറ്റിൽ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ PSC എടുത്താണ്ട് ഏതെങ്കിലും ഗവൺമെൻറ് ജോലിക്കോ അല്ലെങ്കിൽ നേവി, ആർമി, പോലീസ് പോലുള്ള ജോലിയിൽ സെറ്റിൽ ആവുകയാണ്. ഒരിക്കലും നേവി, ആർമി, പോലീസ് അത് ആ സംഭവം ബാഡാണെന്നാണ്, ചീത്താണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവരെ ട്രൂ പൊട്ടൻഷ്യൽ കിടക്കുന്ന സംഭവം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, പെർസ്യൂ ചെയ്യാൻ പറ്റണില്ല ആ ഒരു പാത്ത്. മെയിനായിട്ട് ഫിനാൻഷ്യൽ സ്ട്രഗിളും പ്രഷറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്ലറ്റ്, അതുപോലെ ആർട്ടിസ്റ്റ്, അതുപോലെ സിംഗേഴ്സ്, മൂവീസിൻ്റെ ഒക്കെ കേസിൽ ഈ സംഭവങ്ങളുണ്ട്. ഓൾക്ക് ആ ഒരു ട്രാക്ഷൻ ഗെയിൻ ചെയ്യുന്നവരെ, ആൾക്കാരുടെ ഇടയിൽ ഒരു പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്നവരെ പോലെ ലൈഫ് പറയുന്നത് ഭയങ്കര സ്ട്രഗിളാണ്. 1 in 10,000 അല്ലെങ്കിൽ 1 in 50,000 ഒക്കെ ആ ഒരു എലൈറ്റ് ലെവൽക്ക്, നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ആ ഒരു എലൈറ്റ് ലെവൽക്ക് എത്തണുള്ളൂ, വേൾഡ് ക്ലാസ് ലെവൽക്ക്. അങ്ങനെ എത്തണോൾക്ക് നല്ല അടിപൊളി ബ്രാൻഡ് ഡീൽസും സ്പോൺസർഷിപ്പും അതുപോലെ ലൈഫ് ലോങ് സെറ്റ് ആവാനുള്ള പൈസ ഓൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു റൂട്ടിൽ പോകുമ്പോൾ ആലോചിക്കുക, അത്രത്തോളം ഗ്രിറ്റുള്ള ആൾക്കാർ മാത്രമേ അതിൽ ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്ത്? സോഷ്യൽ മീഡിയ. നമ്മൾ വേൾഡ് ക്ലാസ് ആവണമെന്നോ അല്ലെങ്കിൽ നമ്പർ 1 ആവണമെന്നോ ഒരു നിർബന്ധമില്ല. നമ്മൾ ആവറേജിനെക്കാട്ടും കുറച്ചുകൂടി മുകളിലാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു എബോ ആവറേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ്ട് നമ്മളെ ഒത്തൻറ്റിക് ആയിട്ടുള്ള, നമ്മളെ സ്റ്റൈലിലുള്ള, നമ്മളെ യൂണീക്ക്നെസ് കാണിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ നോളജ് ഷെയർ ചെയ്തുകൊണ്ട് ഓഡിയൻസിനെ ഗ്രോ ചെയ്യാൻ പറ്റും, പല ബ്രാൻഡുകളിലേക്കും എത്താൻ പറ്റും, സ്പോൺസർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം. വെൽത്ത് ക്രിയേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങളാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. ലെവറേജ്, അതുപോലെ സ്പെസിഫിക് നോളജ്, അതുപോലെ ബീയിങ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ക്രിയേറ്റർ, അതുപോലെ ലാസ്റ്റ് വെൽത്ത് വിത്തൗട്ട് എ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈസ് നത്തിങ്. അതിൽ ഒന്നാമത്താണ് ലെവറേജ്. ലെവറേജ് എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തരാന്ന് പറഞ്ഞ നേരത്തെ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ നമ്മൾ ഔട്ട്പുട്ടും ഡിസ്പ്രപ്പോർഷണൽ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല. സിമ്പിളി ഇപ്പോൾ നമ്മളൊരു ഫർണിച്ചർ ചെയർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫർണിച്ചർ ചെയർ നമുക്ക് ഒരാൾക്കേ സെല് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? എന്നാൽ അതേസമയം നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഒരേ സമയം എത്തിക്കാൻ പറ്റും. അവിടെ നമ്മൾ ഓരോ ആൾക്കാർക്ക് എത്താനും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണോ? വേണ്ട. അത് ഒരാൾക്ക് കാണിക്കാനാണെന്നുണ്ടെങ്കിലും 1 മില്യൺ ആൾക്കാർക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഒരേ രീതിയിലുള്ള ഏകദേശം എഫേർട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ബുക്ക് എഴുതാന്ന് വിചാരിച്ചോ, ആ ബുക്ക് ഒരു വട്ടം എഴുതിയാൽ മതി, അതൊരു ബെസ്റ്റ് സെല്ലർ ആയി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഇ ബുക്ക് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചിലവുമില്ലാതെ അത് 1 മില്യൺ ആൾക്കാർക്കും അതിൻ്റെ കോപ്പി എത്തിക്കാൻ പറ്റും. എന്നാൽ അതൊരു ഫിസിക്കൽ ബുക്കാണെന്നുണ്ടെങ്കിലും അവിടെ ചെറിയൊരു ചിലവേ വരുള്ളൂ. എന്നാലും ഒറ്റവട്ടം നമ്മൾ എഴുതിയാൽ മതി, അത് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും എത്തിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇതാണ് ലെവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളവിടെ കൂടുതൽ ഓരോ പ്രാവശ്യവും കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണില്ല. പകരം നമ്മൾ ഒരു വട്ടം നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചില ടൂൾസുകൾ യൂസ് ചെയ്താണ്ട്, മെയിൻ ടൂൾസുകൾ പറയുന്നത് കോഡ്, മീഡിയ, അതുപോലെ ക്യാപിറ്റൽ, അതുപോലെ ലേബർ, ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചാണ്ട് നമ്മൾ കുറേ ആൾക്കാർക്ക് എത്തിക്കുകയാണ്, അല്ലെങ്കിൽ ഒരേ സമയം കുറേ ആൾക്കാരെ സെർവ് ചെയ്യണം. നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും അവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല. ഇപ്പോൾ മെയിൻ ടൂൾസ് പറയുന്നത്, ലെവറേജിൻ്റെ മെയിൻ ടൂൾസ് പറയുന്നത് കോഡ്, മീഡിയ, ലേബർ, ക്യാപിറ്റൽ പറഞ്ഞല്ലോ. ഇതിൽ കോഡ് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്യാം, ആപ്പുകൾ ബിൽഡ് ചെയ്യാം, അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ചിലവില്ല. നമ്മളിപ്പോൾ പെയ്ഡ് ആഡുകളൊക്കെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും വരാം, അല്ലെങ്കിൽ എത്ര ആൾക്കാർ വേണമെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്യാം, എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ അങ്ങനത്തെ സാധനമൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു കമ്മീഷൻ നമുക്ക് വരുന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് എല്ലാവരും അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം അത് ഡെവലപ്പ് ചെയ്താൽ മതി. പിന്നെ ഓരോ പ്രാവശ്യം ആൾക്കാർ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ വരിക. നമ്മൾ ഓരോ പ്രാവശ്യം അവിടെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു വീഡിയോൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം ഒരു വീഡിയോ ഉണ്ടാക്കിയാൽ മതി, ഒരുപാട് ആൾക്കാർ ഒരേ സമയം അത് കാണും. അതുപോലെ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലും ലേബറും കുറച്ച് ചിലവുള്ള രീതിയിലുള്ള ലെവറേജ് ടൂൾസാണ്. ഇപ്പോൾ ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കീഴിൽ പണിക്കാർ നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഒരാൾ ഒരു മാസം കൊണ്ട് തീർക്കുന്ന വർക്ക് നമ്മളെ കീഴിൽ 30 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ലെവറേജ് ഉണ്ട്.
പക്ഷെ അത് കുറച്ച് റിസ്ക് ആണ്. ക്യാപിറ്റലാണെന്നുണ്ടെങ്കിലും ലേബർ ആണെന്നുണ്ടെങ്കിലും ക്യാപിറ്റലിൻ്റെ കേസ് നമ്മൾ വേറെ കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നു, അവിടെ നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ രണ്ട് കേസിന് നമ്മളെ കയ്യിൽ ഫണ്ട് ഉണ്ടാവണം, നമ്മളെ കയ്യിൽ ലേബർ വെക്കണമെങ്കിലും ക്യാപിറ്റൽ വെക്കണമെങ്കിലും. പക്ഷേ കോഡിൻ്റെ കേസിലും മീഡിയൻ്റെ കേസിലും നമുക്ക് കയ്യിലൊന്നുമില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഫോൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ലെവറേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്താണ് സ്പെസിഫിക് നോളജ്. സ്പെസിഫിക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ മാത്രമുള്ള സ്കില്ലുകളാണ്, അല്ലെങ്കിൽ നമ്മളെടുത്ത് മാത്രമുള്ള നോളജാണ്. നമ്മൾ ലൈഫിലൂടെ നമ്മൾ ജനിച്ചത് മുതൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് വരെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് തരും, ഒരു യുണീക്ക്നെസ് വരും. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇൻ്റെ പോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ആർക്കും ഉണ്ടാക്കാം, എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഞാനിതിൽ ഷെയർ ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ വ്യൂ പോയിൻറ്റ്, എൻ്റെ തോട്ടുകൾ, ഈ സംഭവങ്ങളൊക്കെ എന്തായിരിക്കും ഇൻ്റെക്ക് നിന്ന് മാത്രമേ വരുള്ളൂ. അത് എൻ്റെ സ്പെസിഫിക് നോളജാണ്. കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പാത്തുകൾ കുറിച്ച് ഞാൻ പഠിച്ചിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേകിച്ച് എൻ്റെ ഒരു സ്റ്റൈലിലുമാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആൾക്ക് വീഡിയോ ഉണ്ടാക്കാം, പക്ഷേ അയാൾക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റില്ല, അയാൾക്ക് അയാളെ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊരു സ്പെസിഫിക് നോളജാണ്. അതേപോലെ തന്നെ സ്റ്റീവ് ജോബ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ സ്റ്റീവ് ജോബ്സ് പല രീതിയിലുള്ള സാധനങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഡിസൈനിങ്, ചെറിയ രീതിയിൽ പ്രോഗ്രാമിങ്, സെയിൽസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പലതും ഒരുപാട് ഫീൽഡിലൂടെ പോയതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്താണ് മൂപ്പർ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മൾ ഇതേപോലെ പല സാധനങ്ങളും ചിലപ്പോൾ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മ്യൂസിക് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ സെയിൽസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്കില്ലുകളൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്താണ്ട് പിന്നെ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള എന്ത് സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, വേറെ ആർക്കും നമ്മളെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതിന് വേണ്ടി നമുക്ക് തരുന്ന അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് തരുന്ന സാധനമാണ് സ്പെസിഫിക് നോളജ് പറയുന്നത്. നമുക്ക് മാത്രമുള്ളൊരു നോളജ്. ഇത് ഒരിക്കലും ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഇത് നമ്മൾ റാൻഡം എക്സ്പീരിയൻസ്, നമ്മളെ ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന നോളജാണ്. ഇനി മൂന്നാമത്താണ് ബിക്കം എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ക്രിയേറ്റർ. അതിൻ്റെ അർത്ഥം ഒരിക്കലും വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആവുക എന്നല്ല. ഈ ലോകത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്താണ്, പ്രൊഡ്യൂസേഴ്സാണ്, ക്രിയേറ്റേഴ്സാണ്. ഒരു വാല്യൂ ഇല്ലാത്ത സംഭവത്തിൽ നിന്ന് വാല്യൂ ഉള്ള ഒരു സംഭവം, ആൾക്കാർക്ക് വാല്യൂ കിട്ടുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പോലും. അത് വീഡിയോ ആണെന്നുണ്ടെങ്കിലും, അത് ഫുഡ് ആണെന്നുണ്ടെങ്കിലും, അത് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും, അത് വണ്ടി ആണെന്നുണ്ടെങ്കിലും, അത് മെഷീൻസ് ആണെന്നുണ്ടെങ്കിലും, അത് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും, വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ക്രിയേറ്റേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ വെൽത്ത് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നാലാമത്താണ് വെൽത്ത് വിത്തൗട്ട് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാതെ വെൽത്ത് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത്. അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറേ കാലം ബിസിനസ്സിൽ നിന്നാണ്ട് നമ്മളെ കമ്പനി പതുക്കെ ഗ്രോ ചെയ്ത് ഒരു എലൈറ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര ഫണ്ട് വരികയാണെന്നുണ്ടെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് അറിയുണ്ടാവും. കാരണം നമ്മൾ ആ ഒരു പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോയി പടവെട്ടി വിജയിച്ച ആളാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു 10 ലക്ഷം മാസം വന്നാലും 1 കോടി മാസം വന്നാലും നമുക്ക് എന്തുണ്ടാവും, എത്രത്തോളം ഫണ്ട് ബിസിനസ് തന്നെ ഇടണം, എത്രത്തോളം ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സ്പെൻഡിങ്ങിന് വേണ്ടി എടുക്കണം, എത്രത്തോളം സേവ് ചെയ്യണം, ഇതിനൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. പക്ഷേ ഈ കൺസ്യൂമർ ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓൾക്ക് ഒറ്റയടിക്ക് ലോട്ടറി അടിച്ചാൽ എന്താ ഉണ്ടാവുക, 1 കോടിൻ്റെയൊക്കെ ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ ആ വന്ന പൈസ അതേപോലെ തന്നെ പോകും. ഇതുകൊണ്ട് എങ്ങനെ വീണ്ടും പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാമെന്നൊന്നും ഓൾക്ക് അറിയണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏൺ ചെയ്യാതെ കിട്ടുന്ന പൈസ, നമ്മൾ ആ ഒരു വെൽത്തി എന്ന ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്യാതെ നമുക്ക് പൈസ കിട്ടിയിട്ട് കാര്യമില്ല. ക്രിയേഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, മൂന്നാമത്തെ പോയിന്റ്. അതായിട്ട് റിലേറ്റ് ആയിട്ട് നവൽ രവികാന്തിൻ്റെ ഒരു കോട്ട് ഉണ്ട്, യു വിൽ ഗെറ്റ് റിച്ച് ബൈ ഗിവിങ് സൊസൈറ്റി വാട്ട് ഇറ്റ് വാണ്ട്സ് ബട്ട് ഡസ് നോട്ട് യെറ്റ് നോ ഹൗ ടു ഗെറ്റ് അറ്റ് സ്കെയിൽ. ശരിക്ക് ഈ സംഭവങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കേണ്ട സാധനമാണ്. എന്താണ് സെയിൽസ്, എങ്ങനെ ആൾക്കാർക്ക് വിറ്റു എന്ന് തോന്നാതെ വാങ്ങി എന്ന് തോന്നുന്ന പോലെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും, ഒത്തൻറ്റിക് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാതെ. ജീവിതത്തിൽ എല്ലാ സംഭവങ്ങളും സെയിൽസ് തന്നെയാണ്. ഇപ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ പോലും അത് ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. പിന്നെ അതേപോലെ എന്താണ് പൈസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ആൾക്കാർ നമ്മളെ കീഴിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് അസറ്റുകൾ നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരോ അല്ലെങ്കിൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും അസറ്റുകളോ ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് അത് നമുക്ക് വീണ്ടും പൈസ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അല്ലെങ്കിൽ സാധനങ്ങളോ നമുക്ക് വേണ്ട റിസോഴ്സുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമാണ് പൈസ എന്നുള്ളത്. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം അത് പറഞ്ഞാണ്ട് അതിന് ഫുള്ള് സെൻട്രൽ പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ല. അതുപോലെ എന്താണ് ലെവറേജ് എന്നും, എങ്ങനെ ലെവറേജ് ഉള്ള സ്കില്ലുകൾ ബിൽഡ് ചെയ്യാമെന്നും, എന്താണ് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്. ഈ സ്പെസിഫിക് നോളജ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, നിങ്ങളടുത്ത് മാത്രമേ നിങ്ങൾ കൊടുക്കുന്ന സാധനം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒത്തൻറ്റിക് ആയിട്ട് നിങ്ങളടുത്ത് മാത്രമുള്ള രീതിയിലുള്ള അറിവുകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തൻറ്റിസിറ്റി വിൽ ബീറ്റ് കോമ്പറ്റീഷൻ. നിങ്ങളവിടെ എന്താവും, മൊണോപ്പൊളി ആവും. കാരണം നിങ്ങൾക്ക് മാത്രമേ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ റിസ്ക് എടുക്കുന്ന കേസ് 19, 20, 21, 22, 23 ഈ പ്രായത്തിലൊക്കെ നമ്മൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഈവൻ 1, 2, 3 വട്ടം നമ്മൾ ഫെയിൽ ആയാൽ പോലും
നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ടൈമും ഉണ്ട്. അത് മാത്രമല്ല അവിടെ നമുക്ക് നഷ്ടപ്പെടാനും വല്ലാതൊന്നുമില്ല. എന്നാൽ അതേസമയം നമ്മളൊരു 45-50 വയസ്സിലൊക്കെയാണ് നമ്മൾ റിസ്ക് എടുക്കാൻ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫാമിലിയും കരിയറും കുറേ സംഭവങ്ങൾ നമ്മളേറ്റവും ടൈ ചെയ്താണ്ട് നിൽക്കുന്നുണ്ടാവും. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ ഭയങ്കര റിസ്ക്കിലേക്കാരം നിൽക്കുന്നുണ്ടാവുക. പകരം സ്കൂളുകളിൽ എന്താ പഠിപ്പിച്ചു വെച്ചാൽ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്താണ്ട് ഭയങ്കര അച്ചടക്കത്തോടു കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യരുത്. എല്ലാവരും ഒരേപോലെ തിങ്ക് ചെയ്യണം, എല്ലാവർക്കും ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ്, അതിന് എല്ലാവരും ഒരേപോലെ ആൻസർ കൊടുക്കാം, എങ്ങനെ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രിയേറ്റിവിറ്റിക്കൊന്നും വലിയ രീതിയിലുള്ള പ്രാധാന്യമില്ല. എങ്ങനെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ബാക്കിയുള്ളവരെ അനുസരിച്ചാണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുക, ഓർഡറൊക്കെ എടുത്തുകൊണ്ട് എന്നുള്ളതാണ് പഠിപ്പിച്ചു തന്നെ. പക്ഷേ ശരിക്കും ഈ ഫാസ്റ്റ് ലൈൻ ബിസിനസ്സിലൊക്കെ പോകണമല്ലോ ഒരിക്കലും ഓർഡേഴ്സ് എടുക്കുന്ന ആൾക്കാരല്ല, ഓർഡേഴ്സ് കൊടുക്കുന്ന ആൾക്കാരെ കയറും. സോ ഈ വീഡിയോൻ്റെ ഒരു കീ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആക്ഷനബിൾ സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ലെവറേജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒറ്റ ആൾക്കാർക്ക് മാത്രം സെയിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒറ്റ ആൾക്കാർക്ക് മാത്രം സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കില്ലുകൾക്ക് പകരം ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയം എത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം. റൈറ്റിങ്, എഴുത്ത്, കോഡിങ്, കണ്ടൻറ് ക്രിയേഷൻ, അല്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യൽ, പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനത്തെ ഏതെങ്കിലും സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കില്ലുകൾ പഠിക്കാൻ തുടങ്ങാം. രണ്ടാമത്തത് ഇപ്പം തന്നെ എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ബിൽഡ് ചെയ്ത് തുടങ്ങാം, ഒരു ചാനലോ ബ്രാൻഡോ എന്തെങ്കിലും. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളെ വർക്ക് നിങ്ങൾ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളത് വേറെ ആർക്കും ഷെയർ ചെയ്യണില്ല, നിങ്ങൾ മാത്രമേ ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ ആർക്കും അറിയില്ല അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനൊരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയണത്. അതുപോലെ നമ്മളടുത്തൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ അറിയണം നമ്മളടുത്ത് ഈ സാധനം ഉണ്ട്, ഈ ഭൂമിയിൽ ഈ സാധനം നിലവിലുണ്ടെന്ന് ആൾക്കാർ അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ വർക്ക് എന്ത് ചെയ്യുക, പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യുക, ഇറ്ററേറ്റ് ചെയ്യുക. ഓരോ മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോഴും അതിനൊക്കെ എനിക്ക് എന്താ പഠിക്കാൻ പറ്റുന്നത്, ഇനി എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഫസ്റ്റ് തന്നെ ഭയങ്കര അടിപൊളിയായിക്കാരം പെർഫെക്റ്റ് ആയി നിൽക്കാരം എന്ന് ചിന്തിക്കുന്നതിൻ്റെ പകരം ജസ്റ്റ് ചെയ്യുക. മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പതുക്കെ തിരുത്തി ഇങ്ങനെ കൊണ്ടുപോയിക്കോളാം. എത്ര മോശമായാലും കുഴപ്പമില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ തുടങ്ങുക. എന്നിട്ട് പതുക്കെ ഇറ്ററേറ്റ് ചെയ്ത് കൊണ്ടുപോകുക. ഇനി ലാസ്റ്റ് ഇതാണ് പേഷ്യൻസ് ഉണ്ടാവുക, കോമ്പൗണ്ടിങ്ങിന് ബാക്കിയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളത്. അധികം ആൾക്കാരും ഒരു 120 അല്ലെങ്കിൽ 150% എഫേർട്ട് ഇട്ടാണ്ട് 1-2 മാസം ചെയ്താണ്ട് പിന്നെ എന്ത് ചെയ്യും, റിസൾട്ട് കാണില്ല പറഞ്ഞാണ്ട് ക്വിറ്റ് ചെയ്യും. അതിന് പകരം നിങ്ങൾ ഒരു 70% എഫേർട്ട് കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും അതൊരു 5 കൊല്ലോ 6 കൊല്ലോ ആ ഒറ്റ ഫീൽഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിസ്റ്റേക്ക് വരുത്തുക, ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആസ് ടൈം ഗോസ് യു വിൽ മേക്ക് എ ഗ്രേറ്റ് തിങ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ദ റിയൽ സീക്രറ്റ് ഈസ് സ്റ്റേ ലോങ് ഇനഫ് ടു വിൻ. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ പാത്ത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫാസ്റ്റ് ലൈന് വേണോ സ്ലോ ലൈന് വേണോ എന്നുള്ളത്. ഒരിക്കലും ഞാൻ ജോലിക്ക് പോകരുതെന്നോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നോ എന്നൊന്നല്ല പറയണത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്, ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വായിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീക്ക്ലി ന്യൂസ് ലെറ്റർ ഉണ്ട്, ഔട്ട്ലയേഴ്സ് മൺഡേ എന്ന് പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കണേ. അതിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞങ്ങളെ മെയിലേക്ക് 2 e-ബുക്കുകൾ വരും ഫ്രീ ആയിട്ട് ഞാൻ റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ is helpful for you guys. See you in the next video.